എം എ ബിന്ദു, നിങ്ങളുടെ സമരം 32 നാളാണ്. ഇന്നിപ്പോൾ അവിടെ കണ്ണീർ പൊങ്കാല, സങ്കട പൊങ്കാല, പ്രതിഷേധ പൊങ്കാല അല്ല എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടു. ഇന്നത്തെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം താങ്കളും വായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആശമാരെ കരകയറ്റാൻ കേന്ദ്രം കള്ളക്കളി നിർത്തണം എന്ന് പറയുകയാണ്. ആ ദേശാഭിമാനി മുഖപ്രസംഗത്തിന്റെ ടോൺ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലെന്നും അത് പൂർണ്ണമായി കേന്ദ്രം ചെയ്യേണ്ടതാണെന്നുമുള്ള ഒരിക്കൽ കൂടിയുള്ള പ്രഖ്യാപനമാണ്. എത്ര നാൾ നിങ്ങൾക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ശ്രീമതി ബിന്ദു? ഇല്ല, ഞങ്ങൾക്ക് സമരം അനിശ്ചിതകാലം കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലല്ലോ. ഞങ്ങൾ വെച്ചിട്ടുള്ള മിനിമമായ ചില ഡിമാൻഡ്സ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് ജീവിത ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കിട്ടുന്ന 232 രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഇവിടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള ഒരു മിനിമം വേതനമുണ്ട്. ദിവസം 232 രൂപ അല്ല 700 രൂപ എന്ന് പറയുന്നത്. അങ്ങനെ 21,000 രൂപ തരണം എന്നുള്ളൊരു ഡിമാൻഡുമായിട്ടാണ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ 2022 മാർച്ച് 2-ന് ആശാവർക്കർമാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവ് പിൻവലിക്കുക, വിരമിക്കുന്ന ആശമാർക്ക് 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക. ഇതാണ് നമ്മുടെ ഡിമാൻഡ്. അതിനകത്ത് ചർച്ച നടക്കണം. എത്രത്തോളം ആകാൻ കഴിയുമെന്ന് ഒരു സെറ്റിൽമെൻറ്റ് ഫോർമുല വെക്കണം. ഇതൊക്കെ നടന്നാൽ ഞങ്ങൾ സമരം പിൻവലിച്ചു പോകും. ശ്രീമതി എം എ ബിന്ദു, ഇവിടെ ആ ദിശയിലല്ലെന്നേ സംസാരം. ഇവിടെ ആ ദിശയിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കാണുന്നത് എന്താണ്? കേന്ദ്രം പറയുന്നു ഞങ്ങൾ മൊത്തം കൊടുത്തു തീർത്തു. കേരളം മന്ത്രി നിയമസഭയിൽ പറയുന്നു ഞങ്ങൾക്ക് ഇത്ര കോടി കിട്ടാനുണ്ട്, കുടിശ്ശികയുണ്ട്, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ്. അവിടെ അവർ പറയുന്നു ഞങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ പറയലാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പന്തടിച്ചുകൊണ്ടിരിക്കലാണ്. ഇടയിൽപ്പെട്ട് ദുരിതപ്പെടുന്ന നിങ്ങളുമാണ്. ആ ബോധ്യം നിങ്ങൾക്കുണ്ടോ ശ്രീമതി ബിന്ദു? ഇതിനകത്തെ നമ്മൾ വ്യക്തത വരുത്തേണ്ടുന്ന ചില സംഗതികളുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ സെറ്റിൽ ചെയ്യണത് സംസ്ഥാന സർക്കാരാണ്. കാരണം ഓണറേറിയം എല്ലാ സ്റ്റേറ്റിലും നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. വിരമിക്കൽ എല്ലാ സ്റ്റേറ്റിലും കൊടുക്കുന്ന സ്റ്റേറ്റുകൾ, ഇപ്പോൾ ഹരിയാന, ബംഗാൾ പോലെയുള്ള സ്റ്റേറ്റുകളിൽ വിരമിക്കൽ ആനുകൂല്യം നൽകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് അല്ല. ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ്റും പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ പറയുന്നത് 7,000 രൂപ കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്നാണ്. അപ്പോൾ അത് വർദ്ധിപ്പിച്ച് തരണമെന്നല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇൻസെൻറ്റീവാണ് സെൻട്രൽ ഗവൺമെൻറ് തരുന്നത്. ആ ഇൻസെൻറ്റീവ് സ്വാഭാവികമായും വർദ്ധിപ്പിക്കണം. 17 വർഷം മുമ്പുള്ള ഇൻസെൻറ്റീവാണ്. അപ്പോൾ അത് വർദ്ധിപ്പിക്കണം, ജീവിത ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പറയുന്ന കണക്കിനകത്ത് ആശമാർക്കൊരു റോളുമില്ല. അത് ഈ ഗവൺമെൻറ്റുകൾ അവരുടെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണകൾക്കനുസരിച്ച് ചോദിച്ച് വാങ്ങുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ഞങ്ങൾക്ക് എന്ത് റോളാണ്, ആശാവർക്കർമാർക്ക് എന്ത് റോളാണുള്ളത്? ഒരു റോളുമില്ല. മറിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ്. അത് സെൻട്രൽ ഗവൺമെൻറ് തരുന്ന പണവുമായിട്ട് എന്താണ് ബന്ധം? അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദേശാഭിമാനിയിലെ മുഖപ്രസംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഇത്രയും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന BJPയുടെ പ്രതിനിധികളെയാണ് തിരുവനന്തപുരത്ത് ആശമാരുടെ പേരിൽ നടക്കുന്ന സമരത്തിലേക്ക് വിളിച്ചു വരുത്തി സമരത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. കേന്ദ്രത്തിനാണ് ഉത്തരവാദിത്തം എന്നറിയാമായിരുന്നിട്ടും അതെല്ലാം മറച്ചുവെച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിന്റെ പൊള്ളത്തരം ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ വെളിച്ചത്ത് വരുന്നു. അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്ന സമര നേതൃത്വം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം മറച്ചുപിടിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങൾ അടിക്കടി മാറ്റിയ വിഷയങ്ങൾ എന്തൊക്കെയാണ് ശ്രീമതി എം എ ബിന്ദു? ഇല്ല, ഞങ്ങൾ ഈ സമരം തുടങ്ങിയ അന്ന് ഉന്നയിച്ച ഡിമാൻഡുകളിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ വ്യതിചലിച്ചിട്ടില്ല. അത് പറയുന്ന ആളുകൾ പറയട്ടെ എന്താണ് ഞങ്ങൾ അന്ന് പറഞ്ഞത്, ഇപ്പം മാറ്റി പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളിതുവരെ എന്തായാലും മാറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഡിമാൻഡുകൾ തന്നെയാണ് ഞങ്ങൾ ഉയർത്തിയ ഡിമാൻഡുകൾ. ആ ഡിമാൻഡുകളിലാണ് നമ്മളിപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പിന്നെ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ്റെയോ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയല്ല കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അവിടെ ആ യൂണിയനിൽ എല്ലാ വിഭാഗം ആളുകളുണ്ട്. അത് CITUക്കാരുണ്ട്, BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, അതുപോലെ കേരളമല്ലേ, ഇവിടെ രാഷ്ട്രീയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ ആളുകൾക്കും രാഷ്ട്രീയമുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മുടെ സംഘടനയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ തുടങ്ങി വെച്ച സമരം ഒരു ജനകീയ സമരമായി മാറി. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ വരുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ അവരോട് ആരോടും വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ പിന്തുണ വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ഈ 32 ദിവസമായിട്ടും ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് തൊഴിലാളികൾ ഇങ്ങനെ സമരം നടത്തുമ്പോൾ അതിനോട് മുഖം തിരിച്ച് നിൽക്കുമ്പോൾ നമ്മളെ പിന്തുണയുമായി വരുന്നവരെ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ അതിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടില്ല. നിങ്ങളുടെ 32ാം ദിവസമാണ്. നോക്കൂ, ഇപ്പോൾ ഈ പറയുന്ന ദിവസങ്ങളിൽ എന്താണ് അൾട്രാവയലറ്റ് രശ്മികൾ ഈ 3 ജില്ലകളിൽ കൂടുതലാണ് എന്ന് മുന്നറിയിപ്പ് വരുന്നുണ്ട്. വെയിൽ കൊണ്ടാൽ സൂര്യാതപം എന്ന് പറയുന്നുണ്ട്. 32 ദിവസങ്ങളിൽ അവിടെ സമരം ഇരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് വലിയ സംഘാടനം ആവശ്യമുള്ളതും വലിയ സഹനം ആവശ്യമുള്ളത് കാര്യമാണ്. ആ സഹനം നിങ്ങൾ സഹിക്കുന്നു. ഈ പറയുന്ന എന്താണ് സാംക്രമിക രോഗം പകർത്തുന്ന കീടങ്ങൾ അല്ലെങ്കിൽ പാട്ടകുലുക്കി സമരം, ബസ് സ്റ്റാൻഡിലൊക്കെ പോയി പാട്ടകുലുക്കി സമരം നടത്തുന്നവർ, സുരേഷ് ഗോപി വന്നത് ഉമ്മ തന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറയുന്ന വൃത്തികേട്, ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് താങ്കളുടെ മുഖത്ത് ആ ചിരിമായാതെ കൂളായി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നത് ശ്രീമതി അമ്മ ബിന്ദു? ഞങ്ങൾ ആൾ ഓഫ് എ സഡൻ വന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരമായിട്ടിരിക്കുന്നതല്ല. ഞങ്ങൾ എത്രയോ വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ച് 10-12 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നത്. പിന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, അത് രാജ്യത്താണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ, ആ സമരങ്ങളെ ഭരിക്കുന്ന ഏത് സർക്കാരാണെങ്കിലും എങ്ങനെയാണ് നേരിടുന്നതെന്നൊക്കെ കണ്ടും കേട്ടും, നമ്മളൊക്കെ രാഷ്ട്രീയ ബോധമുള്ള ആളുകളല്ലേ, പത്രം വായിക്കുന്നവരല്ലേ, ചർച്ചകൾ കാണുന്ന ആളുകളല്ലേ. ഏത് സർക്കാരാണെങ്കിലും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം. കർഷകർ ഡൽഹിയിൽ 1 വർഷം സമരം നടത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്തെല്ലാം ഇതുപോലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആരോപണങ്ങളും ആ കർഷക സമരത്തിനെതിരെ ഉന്നയിച്ചു. ആ സമരത്തെ തകർക്കാൻ എന്തൊക്കെ ചെയ്തു. അപ്പോൾ ഏതൊരു സർക്കാരാണെങ്കിലും ഇതുപോലുള്ള സമരങ്ങൾ എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാതെ ഉയർത്തുന്ന ഡിമാൻഡുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ സമരങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങളുണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും. പക്ഷേ അതിനകത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന മനുഷ്യരാണ് സമൂഹത്തിൽ വില കുറഞ്ഞ് ആളുകൾ വ്യക്തമാണ്. മാത്രമല്ല നല്ല രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് മാത്രമേ അങ്ങനെ കൂളായി സംസാരിക്കാൻ പറ്റൂ. അത്തരത്തിൽ രാഷ്ട്രീയ ക്ലാരിറ്റിയിൽ മാത്രമേ മറുപടി പറയാൻ പറ്റൂ.